കൊറോണക്കാലാണ്, അതിനേക്കാളുപരി നല്ല മഴക്കാലാണ്. ഈ മഴയുള്ള ദിവസം നിങ്ങൾ നിങ്ങളുടെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം മഴ പെയ്യുന്നു. ഓക്കെ, ഈ മഴ ഇങ്ങനെ നന്നായിട്ട് പെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് എത്ര നേരം മഴ ഇങ്ങനെ പെയ്യുന്നു. അപ്പൊ നിങ്ങൾ മഴ പെയ്ത സമയം അത് നിങ്ങൾ അവിടെ അളന്നിരിക്കാൻ. ഓക്കെ, ആ സമയത്താണ് നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഓക്കെ, എന്തൊരു അത്യാവശ്യത്തെ വിളിച്ചാൽ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയി. നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് ദൂരമുണ്ട്. ഈ ദൂരം ഇങ്ങനെ ഒരുപാട് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഡിസ്റ്റൻസ് അത് അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു, ഡിസ്റ്റൻസ് അളന്നിരിക്കുന്നു. ഓക്കെ, അപ്പോഴാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം, നല്ല വെയിറ്റുള്ള സാധനം നിങ്ങളുടെ മേൽ തന്നിട്ട് അത് കുറച്ച് ചുമന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇത് എന്തൊരു മാസമാണ് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെ നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഓക്കെ ഇതുവരെ ഉറങ്ങുമ്പോൾ വരെ നിങ്ങൾ പല തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അനുഭവിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന സബ്ജക്റ്റും അത് തന്നെയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നിങ്ങളിപ്പോ എന്താണ് ചെയ്തത്? നിങ്ങൾ എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് മെഷർ ചെയ്യും. മഴയുടെ സമയം, അതേപോലെ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള ദൂരം, അതേപോലെ തന്നെ നിങ്ങൾ ചുമന്ന വസ്തുവിന്റെ മാസ് എല്ലാം നിങ്ങൾ മെഷർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ്? അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് which can be measured are known as physical quantities. Quantities which can be measured known as physical quantities. ശ്രദ്ധിക്കുക. then ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണ്? മെഷർമെന്റ് ആണ്. ഓക്കെ, എന്താണ് മെഷർമെന്റ്? മെഷർമെന്റ് അളക്കൽ. എന്താണ് ഈ അളക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അളക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ്, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്കറിയാവുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ബോർഡിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നതിപ്പോൾ, അപ്പോൾ നമ്മൾ ഈ ബോർഡിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. എത്രയാണ്? ലെങ്ത് ഈക്വൽ ടു 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ലെങ്ത് തന്നെ 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നു. ഈ 80 എന്താ? അതൊരു നമ്പറാണ്. ഈ സെന്റിമീറ്റർ എന്താ? ഒരു യൂണിറ്റ്. എന്താണ് ഒരു സെന്റിമീറ്റർ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുപോലത്തെ 80 ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് ലെങ്ത് ഈക്വൽ ടു 80. അപ്പൊ 80 എന്ത്? 80 കിലോമീറ്ററോ, 80 മൈക്രോമീറ്ററോ, 80 അസ്ട്രോണമിക്കൽ യൂണിറ്റോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കൂടെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നേരത്തെ നിർവചിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അതുകൂടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഒരു കഷണം നേരത്തെ ഉണ്ടാക്കി വെക്കും. അതിന് പറയുന്ന പേരാണ് യൂണിറ്റ്. എന്താണ്? യൂണിറ്റ്. ഇവിടെ സെന്റിമീറ്റർ എന്താണ്? ലെങ്ത്തിന്റെ ഒരു യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. അപ്പൊ ഞാൻ മെഷർമെന്റ് എന്താണെന്ന് പറയട്ടെ. മെഷർമെന്റ് ഈസ് a comparison process. Measurement is a comparison process in which we compare a physical quantity, PQ physical quantity with a standard amount of that physical quantity. Okay, measurement is a comparison process in which we compare a physical quantity with a standard amount of that physical quantity. Okay, then ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്? യൂണിറ്റ് എന്താണ്? ഈ എഴുതിയിരിക്കുന്ന സെന്റിമീറ്ററിൽ ഇതാണ് ഒരു യൂണിറ്റ്, ലെങ്ത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. എന്താണ് യൂണിറ്റ് എന്ന് വെച്ചാൽ it is a reference standard in which
a physical quantity PQ ആണ് physical quantity is expressed. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിന്റെ ഒരു റഫറൻസ് സ്റ്റാൻഡേർഡ് ആണ് എന്ത് യൂണിറ്റ്. ഇപ്പൊ ടൈമിന്റെ യൂണിറ്റ് ആണ് എന്ത് സെക്കൻഡ്. അതേപോലെ അവർ ഓക്കെ. അപ്പൊ എന്താണ് ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു സെക്കൻഡ് എന്താണ്, അതേപോലെ ഒരു അവർ എന്താണെന്ന് അറിയാലോ. ഓക്കെ. അപ്പോ ആ ഒരു സംഭവം നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് ഒരു കുട്ടി ലേറ്റ് ആയിട്ട് വരുമ്പോൾ മാഷ് ചോദിക്കുകയാണെന്ന്, ആ നീ 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ഓക്കെ. അപ്പൊ കുട്ടി പരിഗണിക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് 5 മിനിറ്റ് ആ മിനിറ്റ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. അപ്പൊ അതാണ് എന്ത് ഈ യൂണിറ്റ്. യൂണിറ്റിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഇൻ വിച്ച് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ്. ഞാൻ അടുത്ത ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞു. ക്വാണ്ടിറ്റീസ് which can be measured are known as physical quantities. അടുത്തായിട്ട് പറഞ്ഞു measurement. What is measurement? It is a comparison process. In measurement we are going to compare a physical quantity with its standard amount. Okay, അതിന്റെ സ്റ്റാൻഡേർഡ് എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് മെഷർമെന്റ്. Then unit. എന്താണ് യൂണിറ്റ്? It is a reference standard in which a physical quantity is expressed. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഡ്രീം, സ്വപ്നം. ഈ ഡ്രീം അളക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ലെങ്ത്. ഈ ലെങ്ത് അളക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ സ്കെയിൽ ഉണ്ട്. ഓക്കെ. വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ ടൈം. അപ്പൊ ടൈം അളക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വാച്ച് ഉണ്ട്. ഇനി വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് മാസ് അളക്കാൻ വേണ്ടി ത്രാസ് ഉണ്ട്. സ്വപ്നം അളക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്താണ്? സ്വപ്നവും മീറ്റർ ഉണ്ടോ? സ്വപ്നവും വാച്ച് ഉണ്ടോ? സ്വപ്നവും ത്രാസ് ഉണ്ടോ? ഇല്ല. കാരണം സ്വപ്നം എന്തല്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അത് നമുക്ക് അളക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ ഒരുപാട് നേരം സ്വപ്നം കണ്ടു. അപ്പൊ നിങ്ങൾ സ്വപ്നത്തിന്റെ സമയമാണ് അളന്നത്, അല്ലാണ്ട് സ്വപ്നമല്ല അളന്നത്. നിങ്ങൾ ഒരുപാട് നീളമുള്ള സ്വപ്നം കണ്ടു. അപ്പൊ നിങ്ങൾ സ്വപ്നത്തിന്റെ എന്താണെന്ന്. ഓക്കെ. ഈ സമയത്തൊന്നും നിങ്ങൾക്ക് സ്വപ്നം അളക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബ്യൂട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നടന്റെയോ അല്ലെങ്കിൽ നടിയുടെയോ സൗന്ദര്യം നിങ്ങൾ അളക്കാൻ വേണ്ടി പോകും. നിങ്ങൾ എന്ത് വെച്ച് അളക്കും? നിങ്ങളുടെ ഒരു യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് ഉറപ്പായിട്ട് എന്ത് വേണം? ഒരു യൂണിറ്റ് വേണം, ഒരു ന്യൂമറിക്കൽ വാല്യൂ കൂടെ വേണം. അപ്പൊ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക. എക്സ്പ്രഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് Q equal to nu. എന്താണ് Q equal to nu? ഇവിടെ Q ആരാ? Q ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. n ആണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ. ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ u ആണ് യൂണിറ്റ്. ഓക്കെ. Q എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. U എന്താണെന്ന് മനസ്സിലായി. യൂണിറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ച ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് യൂണിറ്റ്. ഇപ്പൊ ലെങ്ത് ആണെങ്കിൽ സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ, ടൈം ആണെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ അവർ, മാസ് ആണെങ്കിൽ കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം, അതാണ് യൂണിറ്റ്. ഇതെന്താ? ഒരു ന്യൂമറിക്കൽ വാല്യൂ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. ലെങ്ത് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ലെങ്ത് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഇതിൽ ലെങ്ത് ആരാണ്? ലെങ്ത് ആണ് Q. ഈ 10 ആണെന്ന് ന്യൂമറിക്കൽ വാല്യൂ. ഈ സെന്റിമീറ്ററോ യൂണിറ്റ്. ഓക്കെ. അതാണ്, അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. ഓക്കെ. Q ഈക്വൽ ടു എന്താണ്? നിങ്ങൾ വലിയൊരു ഇക്വേഷൻ ഞാൻ പഠിച്ചാലോ? അതൊന്നും അല്ലത്. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയും. ഓക്കെ. ഓക്കെ. എന്റെ സൈക്കിളിലെ അല്ലെങ്കിൽ എന്റെ ബൈക്കിലെ സ്പീഡ്, എന്റെ വെലോസിറ്റി എത്രയാണ്? 100 km/h. ഞാൻ അത്ര സ്പീഡിലൊക്കെ പോകുന്നത് ഭയങ്കര നമ്മൾ തീരുമാനം അടിച്ചുവിടുകയാണ്. അപ്പൊ ഈ പറഞ്ഞപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെലോസിറ്റി ആരാണ്? അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ 100 ആരാണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഈ km/h ആരാണ്? അതൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പ്രകാരമാണ് Q equal to nu.
ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതെല്ലാം തരത്തിലുണ്ട് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് തരത്തിലുണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതെന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓക്കെ, രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ആരാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. Fundamental quantities and derived quantities. Okay, ആദ്യമായി പറയട്ടെ, എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മീൻസ് വളരെ സിമ്പിൾ ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. They are independent of other physical quantities. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. 7 ആൾക്കാരുണ്ട്. മാസ്, ലെങ്ത്, ടൈം, current, temperature, amount of substance, and luminous intensity. ടെൻഷൻ അടിക്കണ്ട, ഈ 7 ആൾക്കാരെയാണ് നമ്മൾ എന്താക്കി എടുക്കാറുള്ളത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആക്കി എടുക്കാറുള്ളത്. അത് എന്തുകൊണ്ടാച്ചാൽ മാസിനെ വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ലെങ്തിനെയും ടൈമിനെയും കറന്റിനെയും ടെമ്പറേച്ചറിനെയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയും ലൂമിനസ് ഇന്റൻസിറ്റിയും ഇതിനെ ഒന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതിനെ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിനേക്കാൾ സിമ്പിൾ ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വേണമെങ്കിൽ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരിക്കലും അതിനേക്കാൾ സിമ്പിൾ ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അവരാണ് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി, ഏറ്റവും സിമ്പിൾ ആയ ക്വാണ്ടിറ്റീസ്. മറ്റെല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ കൂട്ടി ഇണക്കിയാണ് മറ്റെല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവരെ നമുക്ക് ഇവരെക്കാൾ സിമ്പിൾ ആയ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആൻഡ് സിമ്പിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ബേസിക് ആൻഡ് സിമ്പിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അടുത്ത പറയാൻ നോക്കൂ, ഇൻഡിപെൻഡന്റ് ഓഫ് other physical quantities. മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ത് ചെയ്യുന്നില്ല, ഡിപെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. നമ്മുടെ വീട് ഉണ്ടാക്കുമ്പോൾ എല്ലാ വീടുകളും എന്തുണ്ടാവും, ഇഷ്ടികയും സിമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് അതിന്റെ ഫണ്ടമെന്റലാണ്. വീട് പല രീതിയിൽ കൊട്ടാരം ഉണ്ടാക്കാം, കുടിലുണ്ടാക്കാം, എന്തുണ്ടാക്കാം, പക്ഷേ അതിന്റെ ആ ഇഷ്ടികയും സിമെന്റും അത് എല്ലാ വീടും ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് പറയുന്നത്. ഇവർ ഉപയോഗിച്ചാണ് മറ്റെല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഡിറൈവ്ഡ് എന്ന് വെച്ചാൽ depends on fundamental quantities. Depends on fundamental quantities. Fundamental quantities depend ചെയ്യുന്ന physical quantities എന്ന് പറയുന്ന പേരാണ് derived quantities. Example പറയുകയാണെങ്കിൽ velocity, force ഒക്കെ example ആണ്. നമുക്ക് these are complex physical quantities. Complex physical quantities. ഓക്കെ, വളരെ കോംപ്ലക്സ് ആയിട്ട് നേച്ചർ ആരെക്കാളും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് നേച്ചറുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഈ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ, സ്പീഡ് എങ്ങനെ പറയാൻ പറ്റുക? ഡിസ്റ്റൻസ് ബൈ ടൈം, അങ്ങനെയല്ലേ പറയാം. അപ്പോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്ത് ആണ്. ഡിസ്റ്റൻസ് ഒരു ലെങ്ത് അല്ലേ? ലെങ്ത് ആരാണ്? ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ആണല്ലോ. ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഈ ലെങ്തിനെ ടൈമിനെയും ഡിവൈഡ് ചെയ്തപ്പോൾ
നമുക്ക് കിട്ടിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് ആര് സ്പീഡ്. മനസ്സിലായോ? അപ്പൊ സ്പീഡിനകത്ത് ആരുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇതുപോലെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഓക്കെ, ഏതൊരു ഫിസിക്കൽ, നമ്മൾ വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയട്ടെ, വോളിയം അല്ല വേണ്ട, ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്. പിന്നെ പറയുന്നത് അപ്പൊ ഈ ഏരിയ ഏരിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ലെങ്ത് ഒരു ലെങ്ത് ആണ്, ബ്രെഡ്ത്തും ലെങ്ത് ആണ്, ഇത് രണ്ട് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ലെങ്ത്തുകളെ കൊണ്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് ലെങ്ത്തുകൾ ഉപയോഗിച്ചാണ് ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ലെങ്ത് ഇൻടു ലെങ്ത്, വൺ ലെങ്ത് ഇൻടു അതർ ലെങ്ത്. ഓക്കെ, അങ്ങനെയാണ് ഏരിയ. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ എല്ലാ പ്രത്യേകത അത് എന്തായിരിക്കും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കി ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ശരിക്കും വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. Fundamental quantities are simple and basic physical quantities. Okay, they are independent of other physical quantities. അവരെക്കാളും സിമ്പിൾ ആയ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് അവർ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ 7 ആൾക്കാരെ പഠിച്ചു വെച്ചോളൂ. മാസ്, ലെങ്ത്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. മാസിന്റെ യൂണിറ്റ് ആരാണ്? കിലോഗ്രാം. SI യൂണിറ്റ് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് ആരാണ്? മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് ആരാണ്? സെക്കൻഡ്. കറന്റിന്റെ ആംപിയർ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി ഇത് നിങ്ങൾ പതുക്കെ പഠിച്ചോളൂ. ലൂമിനസ് ഇന്റൻസിറ്റി ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല പ്രകാശമൊക്കെ പുറത്തേക്ക് വിടുന്ന സ്റ്റാറോ അല്ലെങ്കിൽ ബൾബോ ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു പുറത്തേക്ക് വരുന്ന പ്രകാശവുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പതുക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം 7 ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചു വയ്ക്കുക. ഏതൊരു സയൻസ് പഠിക്കുന്ന കുട്ടി അറിഞ്ഞിരിക്കേണ്ട 7 ആൾക്കാരാണ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. They are known as 7 dimensions of world. എന്താ പറയാ? 7 dimensions of universe. എന്ത് വേണമെങ്കിലും പറയാം. 7 dimensions of universe. ലോകത്തെ എന്താ പറയുക? 7 ഘടകങ്ങളല്ലേ, 7 മഹാഭൂതങ്ങളല്ലേ ഉള്ളത്. അതുപോലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. മാസ്, ലെങ്ത്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. പരിചയമില്ലാത്തതാണ് ലൂമിനസ് ഇന്റൻസിറ്റി ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് പോകെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പതുക്കെ പറഞ്ഞു തരാം. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചാണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളും അങ്ങനെ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളുടെ ഒരു കംപ്ലീറ്റ് സെറ്റിനെ പറയുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് physical quantities. It is a complete set of physical quantities. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതായിരിക്കും? അത് SI ആയിരിക്കും. ഓക്കെ, അതുപോലെ വേറെ കുറച്ച് യൂണിറ്റുകൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ്. ഒട്ടും പേടിക്കുന്നത് വേണ്ട. കുറച്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ് നിങ്ങൾ എല്ലാം മനസ്സിലാക്കി വെക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോഴും ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ പേരാണ് CGS സിസ്റ്റം. എന്താ പറയാ? CGS സിസ്റ്റം, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. ഫ്രാൻസിൽ ഉണ്ടായ സിസ്റ്റം ആണ്. ഇതിൽ നമ്മൾ ലെങ്ത്തിന്റെ യൂണിറ്റ് ആക്കി എടുക്കുന്നത് C-ന്റെ സെന്റിമീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ ആണ് ഈ ഒരു സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ്. ഓക്കെ, അടുത്ത മാസിന്റെ യൂണിറ്റ് ആണ് ഗ്രാം. എത്ര ഗ്രാം? 1 ഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡ് ആണ് ടൈമിന്റെ യൂണിറ്റ്. ഇതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് CGS സിസ്റ്റം എന്ന് പറയാ. ഈ ചെറിയ യൂണിറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത്. CGS സിസ്റ്റം. അടുത്ത ഞാൻ പറയട്ടെ, FPS സിസ്റ്റം. ബ്രിട്ടനിൽ ഉണ്ടായ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് FPS സിസ്റ്റം. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫീറ്റ് അടി എന്ന് പറയുന്നത് ഫീറ്റ്. ഓക്കെ, P എന്താണെന്ന് വെച്ചാൽ LB. എന്താ വിളിക്കുന്നത്? പൗണ്ട്. LB the feet, അതാണ് പൗണ്ട്. ടൈമിന്റെ യൂണിറ്റ് എല്ലാവർക്കും കോമൺ ആണ്. അത് എന്ത് തന്നെയാണ്? സെക്കൻഡ് തന്നെയാണ്.
ഈ പറഞ്ഞ CGS-നേക്കാളും കുറച്ചും കൂടെ വലിയ യൂണിറ്റ്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്, FPS ഉപയോഗിക്കുന്നത്. ബ്രിട്ടനിലാണ് FPS ശരിക്കും ഉപയോഗിച്ചിരുന്നത്. ആദ്യം ഈ CGS ഉപയോഗിച്ചിരുന്നതായിരുന്നു ഫ്രാൻസിലായിരുന്നു. അടുത്താണ് MK സിസ്റ്റം. SI സിസ്റ്റത്തോട് ഏറ്റവും കൂടുതൽ മാച്ച് ആയി കിടക്കുന്ന സിസ്റ്റമാണ് ഈ MK സിസ്റ്റം. ഇത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ഓക്കെ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതാണ് ഇത് MK സിസ്റ്റം. ഓക്കെ, ഈ MK സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുണ്ടാക്കിയ സിസ്റ്റത്തിന്റെ പേരാണ് നമ്മുടെ സ്വന്തം SI സിസ്റ്റം. ഓക്കെ, ഈ SI സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് ആരാണ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് ആരാണ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതിന്റെ സംശയം വരും, MKസും SIയും രണ്ടും ഒരുപോലെയാണല്ലോ, ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് SIയിലാവുമ്പോ SIയിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ഓഫ് ഫോഴ്സ് SIയിൽ ആരാണ്? SIയിൽ അത് ന്യൂട്ടൺ എന്നാണ് പറയാറ്. ഓക്കെ, MK സിസ്റ്റം ആകുമ്പോൾ അതിൽ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ MK സിസ്റ്റത്തിൽ അത് പറയാറുള്ളത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് വളരെ സിമ്പിൾ ആയി ന്യൂട്ടൺ എന്നാണ് പറയാറുള്ളത്. MKസിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ കുറച്ചേറെ മാറ്റങ്ങളുണ്ട് MKസും SIയും തമ്മിൽ. MKസിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചുണ്ടാക്കിയ സിസ്റ്റമാണ് ആര്? ഈ SI സിസ്റ്റം. ഇനി എന്താണ് ഈ SI സിസ്റ്റം? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതിന്റെ ചുരുക്കെഴുത്താണ് SI. ശരിക്കും ഇത് ഫ്രഞ്ച് വേർഡാണ്. എന്തുകൊണ്ട് ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ IS എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല SI എന്നാ പറയുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റമേ ഇന്റർനാഷണലെ ഡി യൂണിറ്റ്സ്, അങ്ങനെ ഒരു ഫ്രഞ്ച് വേർഡ് ഉണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റി പറയുന്നതാണ് ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് SI സിസ്റ്റം. Actually, it is a modified system. SI is modified MKS system. SIയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാ നാട്ടുകാരും അത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് CGS, FPS, MKS and SI. പക്ഷേ ആൾക്കാർക്ക് സംശയമില്ല, എന്താണ് ഈ ഫീറ്റ്? ഈ ഫീറ്റ് എന്ന് പറയുമ്പോൾ 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 13.42 സെന്റിമീറ്റർ വരും 1 ഫീറ്റ്. ഒരു LB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം 0.45 കിലോഗ്രാം എന്ന് വരും. ഈ ഗുസ്തിക്കാരൊക്കെ ഉണ്ടാവല്ലോ, ഗുസ്തിക്കാരുടെ കാർഡൊക്കെ വെച്ച് കളിക്കാറില്ല. അപ്പൊ ആ കാർഡിലൊക്കെ അവരുടെ വെയിറ്റ് 300 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അത് ചെറിയ യൂണിറ്റായതുകൊണ്ടാണ് ആ ന്യൂമറിക്കൽ വാല്യൂ വളരെ വലുതായിട്ട് വരുന്നത്. ഓക്കെ, ആക്ച്വലി അത് എന്താണ് 300 ഒരു 100 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രേ വരുള്ളൂ? ഒരു 50 കിലോ വരുള്ളൂ. കിലോയിലേക്ക് മാറ്റുമ്പോൾ കിലോനേക്കാൾ കിലോ പോലും ഇല്ല എന്ത് ഒരു പൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. ഓക്കെ, ഫീറ്റ് എന്താണ്? ഒരു മീറ്ററിന്റെ അത്രയൊന്നും ഇല്ല, ഒരു 1/3 വരുള്ളൂ ഒരു മീറ്ററിന്റെ ഏകദേശം ഒരു ഫീറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, CGS സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം ആൻഡ് SI. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇന്ന് നമ്മുടെ സെക്ഷൻ ഇവിടെ കഴിയാറായി. ഇന്ന് ഞാൻ എടുത്ത എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് ഓർത്തിരിക്കുക. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ക്വാണ്ടിറ്റീസ് which can be measured. Next one, measurement. It is a comparison process. Then പിന്നെയാണ് എന്താ പറഞ്ഞത്? Unit. It is a reference standard in which a physical quantity is expressed. അതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഒക്കെ പറഞ്ഞു ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അതെങ്ങനെയാണ്? Q equal to NU, where N is a numerical value, U is unit. പിന്നെ നമ്മൾ പറഞ്ഞ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ എല്ലാം പഠിക്കുക. അടുത്ത സെക്ഷൻ നമുക്ക് വീണ്ടും കാണാം.